Welcome to BSc Cardiovascular Physics, Semester 4 C25, Spectroscopy Techniques, and today's topic is infrared spectrometer. Infrared spectrometer is the topic of discussion today. So at first we can see the schematic representation of infrared spectrometer, IR spectrometer. Let us see the diagram, the block diagram of infrared spectrometer. Initially, the first box shows the source of light, source of IR radiation, and one part of the radiation pass through sample, and other part pass through the reference medium, reference substance. Then there is a rotating mirror, and light pass through the rotating mirror, falls on a monochromator M, then falls on a detector, finally through to recorder through the amplifier. That is the diagram of an IR spectrometer. The source of IR radiation, the sample, the reference medium, the rotating mirror, monochromator, detector, amplifier, and finally the recorder. That's the diagram. And we explain each part in this diagram. And that is IR spectrometer. IR സ്പെക്ട്രോമീറ്ററിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ കാണിച്ചിരിക്കുന്നത്. എല്ലാ സ്പെക്ട്രോമീറ്ററും ഏറെക്കുറെ ഒരേ കാര്യങ്ങളാണ് ഉള്ളത്. ഇപ്പം നമ്മൾ നേരത്തെ മൈക്രോവേവ് സ്പെക്ട്രോമീറ്റർ പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ പറയുകയാണ്. അടുത്തതിന് നമുക്ക് വിസിബിൾ അൾട്രാ വയലറ്റ് സ്പെക്ട്രോമീറ്റർ പറയണം. അപ്പോൾ എല്ലാത്തിൻ്റെയും ടെക്നിക്ക് മിക്കവാറും ഒന്ന് തന്നെ. പിന്നെ ഈ സോഴ്സിലുള്ള വ്യത്യാസമാണ്. ഇപ്പോൾ സോഴ്സ് മൈക്രോവേവ് ആണെങ്കിൽ നമ്മൾ ക്ലിസ്ട്രോൺ ട്യൂബ് ഉപയോഗിക്കണം, മൈക്രോവേവ് സോഴ്സ്. ഇവിടെയാണെങ്കിൽ ഇതിന് വേണ്ട സോഴ്സ് ഉപയോഗിക്കണം, IR റേഡിയേഷൻ പുറത്തേക്ക് വിടുന്ന സോഴ്സ് ഉപയോഗിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വിസിബിൾ അൾട്രാ വയലറ്റ് രണ്ടും കൂടി ഒരുമിച്ചാണ്. വിസിബിൾ അൾട്രാ വയലറ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ സോഴ്സ് ഉപയോഗിക്കണം. അപ്പോൾ ഓരോ കേസിലും ഇങ്ങനെ സോഴ്സുകൾ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഈ ഫോട്ടോസ്പെക്ട്രോമീറ്ററിൻ്റെ പ്രത്യേകത. ബാക്കിയെല്ലാം ഈ മോണോക്രോമാറ്ററും ഡിറ്റക്ടറും ഒക്കെ ആൾമോസ്റ്റ് ദ സെയിം മോഡലിലാണ് വരുന്നത്. So you look, what is the IR radiation source here? ഇവിടെ നമ്മൾ ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ സോഴ്സായിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്? ഇൻഫ്രാറെഡ് റേസ് വരുന്നതിനുള്ള സോഴ്സ് എന്താണ്? ഫോർ ദ നിയർ ഇൻഫ്രാറെഡ് റീജിയൻ ഓർഡിനറി ഇൻകാൻസെൻ്റ് ലാമ്പ് ഈസ് ജനറലി യൂസ്ഡ്. അപ്പോൾ നിയർ എന്ന് പറഞ്ഞാൽ വിസിബിളിനോട് നിയർ ആയിട്ടുള്ളത്. വിസിബിൾ ലൈറ്റിൻ്റെ അടുത്ത് വേവ് ലെങ്ത് വരുന്നതിനെ, റെഡ് ലൈറ്റിന് അടുത്ത് വേവ് ലെങ്ത് വരുന്നതിനെ നമ്മൾ നിയർ ഇൻഫ്രാറെഡ് എന്നും, റെഡ് ലൈറ്റിൻ്റെ ലാംഡയിൽ നിന്ന് വളരെ അകലെ ഉള്ള ലാംഡ ലൈറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ഫാർ ഇൻഫ്രാറെഡ് എന്ന് പറയും. അപ്പോൾ ആദ്യം പറയുന്നത് നിയർ ഇൻഫ്രാറെഡ് റീജിയൻ ആണ്. അത് റെഡിനോട്, വിസിബിൾ റെഡിനോട് ചേർന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേസിനെ വിളിക്കുന്ന പേരാണ് നിയർ ഇൻഫ്രാറെഡ്. ഫോർ ദ നിയർ ഇൻഫ്രാറെഡ് റീജിയൻ ഓർഡിനറി ഇൻകാൻഡസെന്റ് ലാമ്പ് ഈസ് ജനറലി യൂസ്ഡ്. സാധാരണ ബൾബ് മതിയാവും. ഹൗവർ ദിസ് കനോട്ട് ബി യൂസ്ഡ് ഇൻ ദി ഫാർ ഇൻഫ്രാറെഡ് റീജിയൻ ആസ് ഇറ്റ് ഹാസ് എ ഗ്ലാസ് എൻവലപ്പ്. ഫാർ ഇൻഫ്രാറെഡിൽ അത് പറ്റത്തില്ല. കാരണം എല്ലാ ഫിലമെൻറ്റ് ബൾബിനും ഒരു ഗ്ലാസ് എൻവലപ്പ് ഉണ്ട്. ഈ ഗ്ലാസ്സിനകത്തൂടെ ലൈറ്റ് പോയാൽ എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്. ഗ്ലാസ് ഒരു കോട്സ് അബ്സോർബ്സ് IR റേഡിയേഷൻ സ്ട്രോങ്ലി ഇൻ ദിസ് റീജിയൻ. ഫാർ ഇൻഫ്രാറെഡിൽ ഗ്ലാസ്സിലെ കോട്സ് IR റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് ഈ ഫിലമെൻറ്റ് ലാമ്പ് നമുക്ക് ഫാർ ഇൻഫ്രാറെഡ് റേഡിയേഷൻ്റെ സോഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓൾസോ ഈ സ്പെക്ട്രൽ എമിറ്റിവിറ്റി ഈസ് ലോ. സ്പെക്ട്രൽ എമിറ്റിവിറ്റിയും കുറവാണ്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് എ സോഴ്സ്, യൂഷ്വലി എ നെസ്റ്റ് ഫിലമെൻറ്റ് ഓർ എ ഗ്ലോബാർ 2000 to 1800 ഡിഗ്രി സെൽഷ്യസ്. ഒരു നെസ്റ്റ് ഫിലമെൻറ്റ് നമ്മൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗ്ലോബാർ കത്തിച്ച് നമുക്ക് ഈ വേവ് ലെങ്തിലുള്ള IR റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ദ നെസ്റ്റ് ഫിലമെൻറ്റ് ഈസ് ഫാബ്രിക്കേറ്റഡ് ഫ്രം എ ബൈൻഡർ ആൻഡ് ഓക്സൈഡ്സ് ഓഫ് തോറിയം, സീറിയം, സിർക്കോണിയം ആൻഡ് ഇട്രിയം. അപ്പോൾ ഈ തോറിയം, സീറിയം, സിർക്കോണിയം, ഇട്രിയം പോലെയുള്ള എലമെൻറ്റുകളുടെ ഓക്സൈഡ് കൊണ്ടാണ്
അപ്പോൾ ഇങ്ങനെ ഒരുമിച്ചൊരു ബൈൻഡറിൽ വെക്കും. ഇങ്ങനെയുള്ള ഇവിടെ ഓക്സിജൻ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ദ ഗ്ലോബാർ ഈസ് എ സ്മോൾ റോഡ്. ദ ഗ്ലോബർ ഈസ് എ സ്മോൾ റോഡ് ഓഫ് സിലിക്കൺ കാർബൈഡ് usually 5 centimeter length and 0.5 centimeter in diameter. Maximum radiation for the glober occurs in the 5500 to 5000 centimeter is to -1 region and drops of a factor of 600 as the 600 centimeter is to -1 region. അത് വേവ് നമ്പറിൻ്റെ കണക്കാണ്. ഈസ് അപ്രോച്ച്ഡ്. നിക്രോം വയർ, കാർബൺ ആർക്ക്, rhodium wire and tungsten filament lamp are also used as light sources. ഇൻഫ്രാറെഡിൻ്റെ സോഴ്സുകളാണ് ഇതൊക്കെ. The most recent infrared source is invention of Kurt H. Opperman for a low-cost Perkin Elmer model 137 spectrometer. അപ്പോൾ അത് ലേറ്റസ്റ്റ് ഒരു ഇൻവെൻഷൻ ഈ സോഴ്സിൻ്റെ. ഇറ്റ് ഓപ്പറേറ്റ്സ് അറ്റ് 2.8 volt and 30 watt. It develops an external temperature of 1200 Celsius and provides radiant infrared energy from 2.5 micrometer to 25 micrometer. That is in wave number 4000 angstrom to 4000 to 400 centimeter is to -1. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ സോഴ്സുകൾ ഈ കാണുന്ന വേവ് നമ്പറിലുള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്യും. എല്ലാം ഇൻഫ്രാറെഡ് സോഴ്സുകളാണ്. നെക്സ്റ്റ് പാർട്ട് ഈസ് number 2, monochromator. Monochromator we have studied in the previous class that in the microwave spectrometer also we saw the monochromator. What is a monochromator? It separates monochromatic light from polychromatic light. That's a device. ഒരു സിംഗിൾ വേവ് ലെങ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മോണോക്രോമാറ്റർ. സാധാരണ ലൈറ്റിൽ ഒന്നിൽ കൂടുതൽ വേവ് ലെങ്ത് ഉണ്ടാകും. അതിനെ അപ്പോൾ പോളിക്രോമാറ്റിക് എന്ന് പറയും. അതിനൊരു സിംഗിൾ വേവ് ലെങ്ത് ഡിറ്റക്ട് ചെയ്യുന്ന ഉപകരണത്തെ വിളിക്കുന്ന പേരാണ് മോണോക്രോമാറ്റർ. A source generally emits the radiations of various frequencies. വ്യത്യസ്തമായ ഫ്രീക്വൻസി റേഡിയേഷൻസ് ആണ് നമുക്കൊരു സോഴ്സ് തരുന്നത്. ആസ് എൻ എക്സാമ്പിൾ, in IR spectroscopy absorbs as a sample IR spectroscopy absorbs radiations only at certain frequencies. It is necessary to select desired frequencies from the radiation source or reject the radiations of other frequencies. അപ്പോൾ IR സ്പെക്ട്രോസ്കോപ്പി മിക്കവാറും ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ഒരു പ്രത്യേക വേവ് ലെങ്തിനെ മാത്രം ആശ്രയിക്കുന്നതുകൊണ്ട് ആ വേവ് ലെങ്ത് മാത്രം മറ്റ് വേവ് ലെങ്തിൽ നിന്ന് ആ ഫ്രീക്വൻസി മാത്രം മറ്റ് ഫ്രീക്വൻസികളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ടത് ഒരാവശ്യമാണ്. The selection can be achieved by a prism spectrometer or a grating monochromator. Prism monochromator or a grating monochromator. ഒരു പ്രിസം മോണോക്രോമാറ്റർ വെച്ചോ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റിംഗ് മോണോക്രോമാറ്റർ വെച്ചോ നമുക്ക് ഡിസൈഡ് വേവ് ലെങ്ത് സിലക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഗ്രേറ്റിംഗ് മോണോക്രോമാറ്റർ ഗീവ്സ് ഗ്രേറ്റ് റെസൊല്യൂഷൻ. ഗ്രേറ്റിംഗ് മോണോക്രോമാറ്റർ ആണെങ്കിൽ കുറേ കൂടി റെസൊല്യൂഷൻ, സെപ്പറേഷൻ വേവ് ലെങ്തിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. റെസൊല്യൂഷൻ, കുറേ കൂടി വ്യക്തമായിട്ടുള്ള ലൈൻസ് ഒരു ഗ്രേറ്റിംഗ് മോണോക്രോമാറ്റർ തരും. നെക്സ്റ്റ്, സാമ്പിൾ സെൽ. മൂന്നാമത്തെ പാർട്ട് സാമ്പിൾ സെൽ. The infrared spectroscopy has been used in the case of solid, liquid and gas samples. ഇപ്പോൾ സാമ്പിൾസ് ഏത് തരത്തിലും ആകാം. IR സ്പെക്ട്രോസ്കോപ്പിയിൽ സാമ്പിൾ മാറ്റർ എടുക്കുന്നത് ഏത് തരത്തിലും ആകാം. സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, അല്ലെങ്കിൽ ഗ്യാസ് ഫോമിലാകാം, ഗേഷ്യസ് ഫോമിലാകാം. The most important consideration is that the material containing the sample should be transparent to IR radiations. ഇപ്പം ചില ഗ്ലാസ്സൊക്കെ ഇതിനെ അബ്സർവ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്താലും
സ്റ്റഡി മെറ്റീരിയൽ ഏത് ചൂസ് ചെയ്താലും അതിനകത്തുകൂടി IR റേഡിയേഷൻ കടന്നു പോകണം. അങ്ങനെയുള്ള സാമ്പിൾ വേണം സെലക്ട് ചെയ്യാൻ. ഹെൻസ് സെലക്ഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ടു സർട്ടൻ സോഴ്സ് ലൈക്ക് NaCl ഓർ KBr. അതുകൊണ്ട് KBr, NaCl പോലെയുള്ള വസ്തുക്കൾ പഠിക്കാൻ വേണ്ടിയാണ് ഈ ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുക. നെക്സ്റ്റ് പാർട്ട് ഇസ് ഡിറ്റക്ടർ. ഈ ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാനുള്ള പാർട്ടാണ് ഡിറ്റക്ടർ. ഇൻ ദ നിയർ ഇൻഫ്രാറെഡ് ഫോട്ടോ കണ്ടക്ടിവിറ്റി സെൽ ഈസ് യൂസ്ഡ്. അപ്പോൾ ഈ IR റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഫോട്ടോ കണ്ടക്ടിവിറ്റി സെൽ ഉപയോഗിക്കാം. ബട്ട് ഇൻ അതർ റീജിയൻസ് തെർമൽ ഡിറ്റക്ടേഴ്സ് ആർ മോസ്റ്റ്ലി യൂസ്ഡ്. എന്നാൽ മറ്റ് വേവലെങ്തിൽ നിയർ ഇൻഫ്രാറെഡ് കഴിച്ചുള്ള വേവലെങ്തിൽ തെർമൽ ഡിറ്റക്ടേഴ്സ് വേണം ഉപയോഗിക്കാൻ. They give a response to all frequencies. As radial power of IR radiation is low, the detector signal will be low. അപ്പോൾ IR സിഗ്നലിൻ്റെ ഒരു പോരായ്മ അതിൻ്റെ റേഡിയൻ്റ് പവറുകൾ കുറവാണ്. അതുകൊണ്ട് സിഗ്നൽ ഡിറ്റക്റ്റ് ചെയ്താൽ അത് ലോ ആയിട്ടേ കിട്ടുകയുള്ളൂ. In order to detect these low signals, a pre-amplifier is fixed to the detector. അപ്പോൾ ഈ സിഗ്നൽ ലോ ആണെങ്കിൽ അതിനൊന്ന് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഡിറ്റക്ടറിൻ്റെ കൂടെ ഒരു ആംപ്ലിഫയർ നമ്മൾ ഫിറ്റ് ചെയ്യും. ടു ഡിറ്റക്ട് സച്ച് സിഗ്നൽസ് തെർമൽ ഡിറ്റക്ടേഴ്സ് മസ്റ്റ് പൊസസ് എ ഷോർട്ട് റെസ്പോൺസ് ടൈം ആൻഡ് ദി അബ്സോർബ്ഡ് ഹീറ്റ് മസ്റ്റ് ബി ലോസ്റ്റ് ക്വിക്ക്ലി. അപ്പോൾ ഈ റെസ്പോൺസ് ടൈം വളരെ കുറവായിരിക്കണം. കാരണം കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ ഈ അബ്സോർബ് ചെയ്യുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ നഷ്ടപ്പെട്ടു പോകും. കാരണം പ്രധാനപ്പെട്ട ഹീറ്റാണ്. സമയമെടുത്ത് തണുക്കും, അത് പാടില്ല. അപ്പോൾ റെസ്പോൺസ് ടൈം കുറച്ചുള്ള ഡിറ്റക്ടർ വേണം. ഈ ലൈറ്റ് IR റേഡിയേഷൻ വീഴുമ്പോൾ തന്നെ അതിനെ ഡിറ്റക്റ്റ് ചെയ്യണം. ദ ലാറ്റർ കണ്ടീഷൻ ഈസ് ഡിഫിക്കൽട്ട് ടു അച്ചീവ് ആസ് ദി ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് നോട്ട് എ ക്വിക്ക് പ്രോസസ്. രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് സാധ്യമല്ല, കാരണം ഹീറ്റ് ട്രാൻസ്ഫർ ഒരു ക്വിക്ക് പ്രോസസ് അല്ല. ബോളോമീറ്റർ, തെർമോകപ്പിൾ ആൻഡ് തെർമിസ്റ്റർ ആർ ദി തെർമൽ ഡിറ്റക്ടേഴ്സ് ജനറലി യൂസ്ഡ്. അപ്പോൾ തെർമൽ റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളുടെ പേരാണ് ബോളോമീറ്റർ, തെർമോകപ്പിൾ, തെർമിസ്റ്റർ തുടങ്ങിയ ഉപകരണങ്ങൾ. ഇപ്പോൾ തെർമിസ്റ്റർ നിങ്ങൾ +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. തെർമോകപ്പിളും പഠിക്കുന്നതാണ് ബോളോമീറ്ററും ഈ റേഡിയേഷൻ, തെർമൽ റേഡിയേഷൻ, IR റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യാനുള്ള ഡിവൈസാണെന്ന് ഓർക്കുക. ബോളോമീറ്റർ, തെർമോകപ്പിൾ, തെർമിസ്റ്റർ എല്ലാം ഉപയോഗിച്ച് നമുക്ക് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഡിറ്റക്റ്റ് ചെയ്യാം. ഇനി ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആംപ്ലിഫയർ റെക്കോർഡർ ഡിറ്റക്ട് ചെയ്യുന്ന ലാസ്റ്റ് പാർട്ട്, റെക്കോർഡ് ചെയ്യുന്ന ലാസ്റ്റ് പാർട്ട്. ദ റേഡിയേഷൻ ഫ്രം ദി സോഴ്സസ് ഡിവൈഡ് ഇൻ 2 ബീംസ്. നമ്മൾ പടത്തിൽ കണ്ടതുപോലെ ഒരു ബീം സോഴ്സിലേക്ക് പോവും, സാമ്പിളിലേക്ക് പോവും. ഒരു ബീം സാമ്പിളിലേക്ക് പോവും, മറ്റേ ബീം നമ്മുടെ റെഫറൻസ് മാറ്ററിലേക്ക് പോകും. റെഫറൻസ് മാറ്റർ മിക്കവാറും സോൾവെൻ്റ് വലുതുമാകും. ദ റേഡിയേഷൻ ഫ്രം സോഴ്സസ് ഡിവൈഡഡ് ഇൻ 2 ബീംസ്, ദ റെഫറൻസ് ബീം ആൻഡ് ദി സാമ്പിൾ ബീം. The sample beam passes through the sample while the reference beam passes through the reference cell containing the pure solvent. Both the beams are passed alternately to a monochromator by means of rotating mirror. ഇപ്പോൾ ഈ 2 ബീമുകളും നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് എടുത്തിവിടെ മോണോക്രോമാറ്റിലേക്ക്. അതിന് റൊട്ടേറ്റിംഗ് മിററാണ് ഉപയോഗിക്കുന്നത്. ആഫ്റ്റർ ദ ഡിസ്പേഴ്സൺ ഫ്രം ദി monochromator, the beams are focused onto the detector. അപ്പോൾ മോണോക്രോമാറ്ററിൽ നിന്ന് കടന്നു വരുന്ന ലൈറ്റുകളെ ഡിറ്റക്ടറിൽ വീഴ്ത്തും. When equal light is transmitted by the sample and the reference beam, no signal is observed by the detector. അപ്പോൾ സാമ്പിളും അതുപോലെ റെഫറൻസ് മാറ്ററിൽ നിന്ന്, റെഫറൻസ് സാമ്പിളിൽ നിന്ന് വരുന്ന, റെഫറൻസ് വസ്തുവിൽ നിന്ന് വരുന്ന ബീമും തുല്യ ഇൻറ്റൻസിറ്റി ആണെങ്കിൽ ഡിറ്റക്ടർ പ്രത്യേകിച്ച് ഒന്നും കാണിക്കത്തില്ല. ഇത് അബ്സോർപ്ഷൻ of radiation by the sample results in inequality
of the two transmitted beams falling on the detector and hence a signal is observed. അപ്പോൾ ഇത് ഈ സാമ്പിളിനകത്ത് കടന്നു വരുന്ന ആ റേഡിയേഷനെ കുറേ സാമ്പിൾ അബ്സോർവ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈക്വൽ റേഡിയേഷൻ കടത്തി വിട്ടാലും നമ്മൾ ഡിറ്റക്റ്റിലെത്തുമ്പോൾ സാമ്പിളിലൂടെ കടന്നു വരുന്ന റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റി നമുക്ക് ഈ സാമ്പിളിൻ്റെ ഘടന പഠിക്കാനായിട്ട് സഹായിക്കും. ദിസ് സിഗ്നൽ ഈസ് ആംപ്ലിഫൈഡ്. ഇങ്ങനെ വരുന്ന സിഗ്നൽ നമ്മൾ ആംപ്ലിഫൈ ചെയ്യണം. ദ സിഗ്നൽസ് ആർ amplified electronically and the spectrum, which is a measure of the difference in intensity of reference and sample beams throughout the wavelength region, is recorded within a few minutes. അപ്പോൾ ഈ റെഫറൻസ് മാറ്ററിൽ നിന്ന് വരുന്ന റെഫറൻസ് സാമ്പിളിൽ നിന്ന് വരുന്ന നമ്മുടെ ബീമും എക്സ്പെരിമെൻ്റൽ സാമ്പിളിൽ നിന്ന് വരുന്ന ബീമും തമ്മിൽ ഇൻറ്റൻസിറ്റി വ്യത്യാസം ഉണ്ടാകും. ആ ഡിഫറൻസാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഇതാണ് ആ സബ്സ്റ്റൻസിൻ്റെ സാമ്പിളിലുള്ള വസ്തുവിൻ്റെ സ്ട്രക്ചർ പഠിക്കാനായിട്ട് സഹായിക്കുന്നത്. ഫിഗർ 3 വേണമെന്നില്ല. ഫിഗർ ഗീവ്സ് ദി സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് IR സ്പെക്ട്രോമീറ്റർ. നമ്മൾ മുകളിൽ കണ്ട പടം അതാണ് IR സ്പെക്ട്രോമീറ്ററിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എഴുതി വായിക്കിയത് പിന്നെ വളരെ ഗഹനമായ പഠനമൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. എഴുതി ഒരു 3 ആവർത്തി വായിച്ചാൽ ഓർത്തിരിക്കാവുന്നതല്ല. പടം ഓർക്കണം. പടം വരച്ചാൽ പിന്നെ ആ പടം നോക്കി അങ്ങോട്ട് എഴുതാം. അപ്പോൾ ഏത് സ്പെക്ട്രോമീറ്ററിൻ്റെയും നമുക്ക് എഴുതാനായിട്ട് അതിൻ്റെ ചിത്രമാണ് ഓർക്കേണ്ടത്. ആ ചിത്രം വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ആംപ്ലിഫയർ, ഡിറ്റക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ ഇതാണ് അതിനകത്തുള്ള ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. കാരണം ഒരു എസ്സേ ഇതിൽ പ്രതീക്ഷിക്കുന്ന ചാപ്റ്റർ. അപ്പോൾ 3 പ്രധാനപ്പെട്ട സ്പെക്ട്രോമീറ്ററുകളാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു എസ്സേ ചോദിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻസ്. വിത്ത് എ ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ആൻ ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ. ഒരു ഡയഗ്രാം സഹിതം ഒരു ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ വിവരിക്കുക. അടുത്ത 2 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ഗിവ് ദ ഡയഗ്രാം ഓഫ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ. അത് മുകളിലത്തെ ക്വസ്റ്റ്യൻ്റെ പാർട്ട് കൂടിയാണ്. ഡയഗ്രാം വരയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, give the use of infrared spectrometer. ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്ററിൻ്റെ യൂസ് എന്താണ്? അത് സാമ്പിളിൻ്റെയൊക്കെ പിന്നെ സ്ട്രക്ചർ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ഞാനൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. നിങ്ങളിനി മുകളിൽ നോക്കി ഉത്തരം കണ്ടുപിടിക്കേണ്ട. ഇവിടെ ഉത്തരം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് യൂസ് ഓഫ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി? IR സ്പെക്ട്രോസ്കോപ്പി. ഈ ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തെ നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രം എന്ന് പറയും. കാരണം വൈബ്രേഷണൽ സ്പെക്ട്രത്തിൻ്റെ എക്സാമ്പിളാണ് ഇൻഫ്രാറെഡ്. റൊട്ടേഷണൽ സ്പെക്ട്രത്തിൻ്റെ എക്സാമ്പിളാണ് മൈക്രോവേവ് സ്പെക്ട്രം. ഈ മോളിക്യൂൾസിന് 2 തരം മോഷനുണ്ട്. ഒന്ന് റൊട്ടേഷണൽ മോഷൻ, മറ്റത് വൈബ്രേഷണൽ മോഷൻ എന്ന് പറയും. വൈബ്രേഷണൽ മോഷൻ ഇൻഫ്രാറെഡ് സ്പെക്ട്രവും, റൊട്ടേഷണൽ മോഷത്തെ മോളിക്യൂൾ അത് മൈക്രോവേവ് സ്പെക്ട്രം എന്ന് പറയും. ഇപ്പോൾ മൈക്രോവേവ് സ്പെക്ട്രയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൊട്ടേഷണൽ സ്പെക്ട്ര ഓഫ് മോളിക്യൂൾസ്, ഡയാറ്റമിക് മോളിക്യൂൾസ്. ഈ പിന്നെ വൈബ്രേഷണൽ സ്പെക്ട്രയെ വിളിക്കുന്ന പേരാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്ര. അപ്പോൾ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയുടെ യൂസ് എന്താണ്? Infrared spectroscopy, IR spectroscopy or vibrational spectroscopy is the measurement of the interaction of infrared radiation with the matter by absorption, emission or reflection. വസ്തുക്കൾ IR റേഡിയേഷൻ അബ്സോർബ് ചെയ്യുക, അല്ലെങ്കിൽ IR റേഡിയേഷൻ എമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ IR റേഡിയേഷൻ റിഫ്ലക്റ്റ് ചെയ്യുക. ഈ പ്രോപ്പർട്ടി പഠിക്കുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. ഇറ്റ് ഈസ് യൂസ്ഡ്. എന്താണ് ഉപയോഗം? It is used to study and identify chemical substances or functional groups in solid, liquid or gaseous forms. അപ്പോൾ ഇത് കെമിക്കൽ സബ്സ്റ്റൻസ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്, വസ്തു സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും ഗേഷ്യസ് ആയാലും അതിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് എന്ന് പഠിക്കാൻ വേണ്ടിയാണ് IR സ്പെക്ട്രോസ്കോപ്പി നമ്മൾ പൊതുവെ ഉപയോഗിക്കുക. That is all with your 25th lecture on complementary physics, semester 4. Thank you very much.